നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഫൈൻഡിങ് ദ റൂട്ട് PSC സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ വന്ന വഴി ഏതാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാമേ. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കമ്മിങ് ഓഫ് യൂറോപ്യൻസ് ടു കേരള ഈസ് കറക്റ്റ്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണേ. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? The French were the first Europeans to arrive at Malabar coast and made their settlement at Mahi. അതിൽ എന്താ പറഞ്ഞേക്കുന്നേ? കേരളത്തിൽ ആദ്യമായി എത്തുന്ന വിദേശ ശക്തി ആരാണ്? ഫ്രഞ്ചുകാരാണ്. അവരവരുടെ ആധിപത്യം എവിടെ സ്ഥാപിക്കുന്നു? മാഹിയിൽ സ്ഥാപിക്കുന്നു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമുക്കിനി ഇത് ശരിയാണോ എന്ന് നോക്കാം. ഓക്കെ, ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക്, അതായത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോ. കച്ചവടത്തിനായി ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അറബികളാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കച്ചവടത്തിനായി ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അറബികളാണ്. പോയിന്റ് ഒന്നുകൂടി. കച്ചവടത്തിനായി ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അറബികളാണ്. ഓക്കെ ആണേ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ വിദേശികൾ. കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. കച്ചവടത്തിനായി ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണ്? അത് അറബികളാണ്. എന്നാൽ കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോ. ഈ യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള ആഗമനം. ഓക്കെ, അതിനൊരു ക്രമമുണ്ട്. അതായത് ആദ്യം വന്ന യൂറോപ്യൻ ശക്തികൾ ഏതാണ്, രണ്ടാമത് വന്ന യൂറോപ്യൻ ശക്തികൾ ഏതാണ് എന്നുള്ളതിനൊരു ക്രമമുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ എക്സാം ഹാളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് വരില്ല? ഒരു ഡൗട്ട്, ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, അതിന് ഞാനൊരു കോഡ് പറഞ്ഞു തരാം. ആ കോഡ് ഇതാണ്: പോഡാ ബീഫെ. ഓക്കെ, കോഡ് എന്താണ്? പോഡാ ബീഫെ. ഓക്കെ, നോക്കിക്കോ. ഇതില് പോഡാ ബീഫയില് ആദ്യത്തെ പോ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പോർച്ചുഗീസുകാരെയാണ്. ഓക്കെ, പോ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പോർച്ചുഗീസുകാരെയാണ്. ഓക്കെ, അപ്പോ പോഡാ ബീഫെ കോഡ് എന്താണ്? പോഡാ ബീഫെ ആണ്. ഇതിൽ പോ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പോർച്ചുഗീസുകാരെയാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തേത് നോക്കിക്കോ. ഡാ സൂചിപ്പിക്കുന്നത് ഡച്ചുകാരെയാണ്. ഓക്കെ, ഡാ സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഡച്ചുകാരെയാണ്. അടുത്തത് നോക്കിക്കേ. ബി. ബിയില് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ബിയിൽ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അടുത്തത് നോക്കിക്കേ. ഫായിൽ വരുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പോ കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് ഡച്ചുകാരാണ്. മൂന്നാമത് ബ്രിട്ടീഷുകാരാണ്. നാലാമത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്? പോഡാ ബീഫെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് യൂറോപ്യന്മാരെത്തിയ ആ ഒരു ക്രമം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ്, നാലാമത് വന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കോ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണേ. നോക്കിക്കോ. വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. നോക്കിക്കോടാ. ഇൻ 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. അപ്പോ 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ആര് വരുന്നത്? വാസ്കോ ഡ ഗാമ. ഇവിടെ നിങ്ങൾ ഇതിന്റെ എന്താണ് വന്ന തീയതി കൂടി ഓർത്ത് വെച്ചോണം. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1498 മെയ് 20. ഓക്കെ, 1498 മെയ് 20. ഓക്കെ, 1498 മെയ് 20 ആര് വരുന്നത്? പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോ ഡി ഗാമ എവിടെ വരുന്നത്? കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കോ. ഹിസ് അറൈവൽ
പേവ്ഡ് ദ വേ ഫോർ യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ ഒരു ആധിപത്യത്തിന് ആര് വഴിതെളിച്ചു? ഈ പോർച്ചുഗീസുകാരുടെ വരവ് വഴിതെളിച്ചു. ഓക്കെ, എടാ ആ സമയത്ത് നമ്മുടെ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരായിരുന്നു. ഓക്കെ, കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരിമാരാണ്. ആ സമയത്തെ കോഴിക്കോടുള്ള വ്യാപാരം, ഓക്കെ, കോഴിക്കോടുള്ള വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? എടാ അത് അറബികളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കോഴിക്കോടുള്ള വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരാണ്? അറബികളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമ വന്നിട്ട് സാമൂതിരിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ആവശ്യം പറഞ്ഞു. എന്താണ് അവരുടെ ആവശ്യം? കേരളത്തിൽ കോഴിക്കോട് അവർക്ക് എന്ത് സ്ഥാപിക്കണം? വ്യാപാര ബന്ധം സ്ഥാപിക്കണം, അതിനുള്ള അനുമതി നൽകണമെന്ന് ആരോട് പറയുന്നു? സാമൂതിരിയോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സാമൂതിരി എന്ത് ചെയ്യുന്നടാ? ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സാമൂതിരി എന്ത് പറയുന്നു? സാമൂതിരി ഇതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഗാമ എന്ത് ചെയ്യുമെന്നറിയോ? ഗാമ അവിടുന്ന് നേരെ കണ്ണൂർ പോവും. ഓക്കെ, ഗാമ അവിടുന്ന് നേരെ എവിടെ പോവും? കണ്ണൂർ പോവും. കണ്ണൂർ പോയിട്ട് അവിടെയുള്ള കോലത്തിരി രാജാവുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കും. ഓക്കെ, ഗാമ എവിടെ പോകുന്നു? ഗാമ കണ്ണൂർ പോകുന്നു. അവിടെയുള്ള കോലത്തിരി രാജാവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സന്ധി ഉണ്ടാക്കുന്നു. അങ്ങനെ ഗാമ കോലത്തിരി രാജാവുമായിട്ടൊരു സന്ധി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നു. എന്നിട്ട് വാസ്കോഡ ഗാമ തിരിച്ചു പോർച്ചുഗലിലേക്ക് പോവാൻ നേരത്ത് നമ്മുടെ ഇവിടെയുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള വ്യാപാര സാധനങ്ങൾ കൊണ്ടാണ് ആര് പോകുന്നത്? വാസ്കോഡ ഗാമ പോകുന്നത്. ഓക്കെ, വാസ്കോഡ ഗാമ എന്ത് കൊണ്ടുപോകുന്നു? കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്, വാസ്കോഡ ഗാമ റിട്ടേൺഡ് ഹോം വിത്ത് ഗുഡ്സ് വർത്ത് 60 times more than the cost of his journey. അതായത് വാസ്കോഡ ഗാമയ്ക്ക് നമ്മുടെ കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചിലവിൻ്റെ ഏകദേശം 60 ഇരട്ടിയോളം പ്രോഫിറ്റും കൊണ്ടാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നതെടാ? നമ്മുടെ കേരളത്തിൽ നിന്നും പോകുന്നത്. ഓക്കെ, എടാ അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്താണ് ആര് വരുന്നത്? വാസ്കോഡ ഗാമ വരുന്നത്. ഓക്കെ, ആ സമയത്ത് എടാ ഒരു പോയിന്റ് കൂടി നോക്കിക്കേ. എടാ വാസ്കോഡ ഗാമ വരുന്ന സമയത്ത് അദ്ദേഹം 3 കപ്പലുകളിലാണ് വരുന്നത്. ഓക്കെ, വാസ്കോഡ ഗാമ വരുന്നത് എത്ര കപ്പലിലാണ്? 3 കപ്പലിലാണ്. ആ കപ്പലിന്റെ പേര് കൂടി പഠിച്ചു വെച്ചോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ ആൻഡ് സാവോ ബെറിയോ. ഓക്കെ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, സാവോ ബെറിയോ. ഈ പറയുന്ന 3 കപ്പലുകളിലാണ് ആര്? വാസ്കോഡ ഗാമയും സംഘവും നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അവരുടെ ആവശ്യം എന്തായിരുന്നു? അവർക്ക് കേരളത്തിലൊരു വ്യാപാര ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ അവരിറങ്ങിയത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് അന്ന് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരിമാരാണ്. അപ്പോൾ വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? സാമൂതിരിയെ കണ്ടിട്ട് തന്റെ ആവശ്യം പറയുന്നു. അപ്പോൾ ആ സമയത്ത് സാമൂതിരി എന്ത് ചെയ്യുന്നു? ആ ആവശ്യം നിരാകരിക്കുകയും എന്താണ് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നു? വാസ്കോഡ ഗാമ കണ്ണൂരുള്ള കോലത്തിരി രാജാവിനെ കാണുകയും വ്യാപാര ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ കോലത്തിരി രാജാവ് എന്ത് ചെയ്തു? ഇത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഗാമ ഇവിടെ നിന്ന് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയപ്പോൾ കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്തു? കൊണ്ടുപോയി. ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന പോയിന്റ് എന്തായിരുന്നു? ഗാമയ്ക്ക് നമ്മുടെ കേരളത്തിൽ വരാൻ ചിലവായതിന്റെ ഏകദേശം 60 ഇരട്ടിയോളം ലാഭം ആരുണ്ടാക്കി? ഗാമ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? എടാ അടുത്തത് നോക്കിക്കോയേ. The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. അപ്പോൾ ഗാമ ഇത്രയും ലാഭമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെന്നപ്പോൾ ബാക്കിയുള്ള പോർച്ചുഗീസുകാർക്കും എന്ത് തോന്നി? നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ അവർ എന്ത് ചെയ്തു? കൂടുതലായിട്ട് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോഴും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ സാമൂതിരി എന്ത് ചെയ്തില്ല? പോർച്ചുഗീസുകാരുമായിട്ടൊരു വ്യാപാര ബന്ധത്തിന് സാമൂതിരി സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ എന്ത് നടക്കുന്നു? കോൺഫ്ലിക്റ്റ് നടക്കുന്നു. ആ സമയത്ത് സാമൂതിരിയെ ഹെൽപ്പ് ചെയ്തിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂതിരിമാരുടെ നേവൽ ചീഫായിരുന്നു ആര്? കുഞ്ഞാലി മരയ്ക്കാന്മാർ. ഓക്കെ, പോയിന്റ് മറക്കരുതേ. സാമൂതിരിയുടെ ആര്? നേവൽ ചീഫായിരുന്നു ആര്? കുഞ്ഞാലി മരയ്ക്കാന്മാർ. അങ്ങനെ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും അതിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. എന്നാൽ കുഞ്ഞാലി മരയ്ക്കാന്മാർക്ക് ശേഷം
പിന്നെ എന്ത് പറ്റിയിട്ടില്ല? ഈ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ നിന്ന് വലിയൊരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ എടാ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. എടാ, നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നടാ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഫ്രഞ്ച് വെയർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു അറൈവ് അറ്റ് ദ മലബാർ കോസ്റ്റ് ആൻഡ് മേഡ് ദെയർ സെറ്റിൽമെന്റ് അറ്റ് മാഹി. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ആദ്യം എത്തിയ വിദേശ ശക്തികൾ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ആദ്യം പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്ടാ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായി? തെറ്റാണെന്ന് മനസ്സിലായി. അടുത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഹോർത്തോസ് മലബാറിക്കസ് ഈസ് എ 12-volume encyclopedia of over 740 plants in Kerala, compiled by the Dutch and published at Amsterdam. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഒരു 12 വോളിയങ്ങളുള്ള ഒരു എൻസൈക്ലോപീഡിയയാണ്. അതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 740 പ്ലാന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് കമ്പൈൽ ചെയ്തത് ഡച്ചുകാരും ആംസ്റ്റർഡാമിൽ പബ്ലിഷ് ചെയ്തു എന്നുള്ളതുമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നമുക്കിതൊന്ന് ശരിയാണോ എന്താണെന്ന് നോക്കാം. ഓക്കെ എടാ, ഇവിടെ നോക്കിക്കോ. ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ എടാ, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഏതെന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കസ്. ഓക്കെ, ഡച്ചുകാര് കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്ടാ? ഹോർത്തോസ് മലബാറിക്കസ് ആണ്. പോയിന്റ് ക്ലിയർ ആണേ? ഇതിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള ഈസ് പ്രസന്റഡ് ഇൻ ദിസ് ബുക്ക്. ഇതിൽ എന്താണ് പറയുന്നത്? 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച്, ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്? ഇതിൽ പറയുന്നത്. എത്ര മെഡിസിനൽ പ്ലാന്റ്സ് ആണ്? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഹോർത്തോസ് മലബാറിക്കസിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇത് ആരാണ് എഴുതി തയ്യാറാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറിക് വാൻ റീഡ്. ഓക്കെ, ആരാണ്ടാ? ഹെൻറിക് വാൻ റീഡ്. ഇത് ആരാണ് എഴുതി തയ്യാറാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ടാ? ഹെൻറിക് വാൻ റീഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹോർത്തോസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കുന്നത്. അപ്പോൾ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഹോർത്തോസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കുന്നത്. ഇതിൽ അദ്ദേഹത്തെ സഹായിച്ച ഒരു പ്രാദേശിക വൈദ്യനുണ്ടായിരുന്നു. ഓക്കെ, വാൻ റീഡിനെ ഹോർത്തോസ് മലബാറിക്കസ് എഴുതാൻ സഹായിച്ച പ്രാദേശിക വൈദ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് E.T. അച്യുതനാണ്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ 742 പരം ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണ് എന്തെന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കസ്. ഇത് ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണറാണ് ഇത് എഴുതുന്നത്. ഇതിന് ഇദ്ദേഹത്തെ സഹായിച്ച മലയാളിയായ പ്രാദേശിക വൈദ്യനാണ് ആര്? E.T. അച്യുതൻ. ഓക്കെ, ആരാണ്? E.T. അച്യുതൻ. ഇവരെ കൂടാതെ ഇത് സഹായിക്കാൻ വേണ്ടി, ഇത് എഴുതുന്നതിന് ഇവരെ സഹായിച്ച വേറെ 3 ആൾക്കാർ കൂടിയുണ്ട്. അവരുടെ പേര് കൂടി പഠിച്ചോ. അപ്പു ഭട്ട്. ഒന്നാമത്തെ ആൾ ആരാണ്ട? അപ്പു ഭട്ട്. രണ്ടാമത്തെ ആള് രംഗഭട്ട്. രണ്ടാമത്തെ ആൾ ആരാണ്? രംഗഭട്ട്. മൂന്നാമത്തെ ആൾ ആരാണ്? വിനായക ഭട്ട്. ഓക്കെ എടാ, അപ്പോൾ അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്, ഇവർ 3 പേരും കൂടി ഇവരെ ഇത് കമ്പൈൽ ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. ഓക്കെ ആണേ എടാ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹോർത്തോസ് മലബാറിക്കസ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് വിത്ത് സം മലയാളം വേർഡ്സ്. അതായത് ഹോർത്തോസ് മലബാറിക്കസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച് വന്നിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ഇത് ഹോർത്തോസ് മലബാറിക്കസ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഹോർത്തോസ് മലബാറിക്കസിന്റെ മലയാളം ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡോക്ടർ K.S. മണിലാലാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഡോക്ടർ K.S. മണിലാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർത്തോസ് മലബാറിക്കസിന്റെ മലയാളം ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് ആരാണ്ട? അത് ഡോക്ടർ K.S. മണിലാലാണ്. പോയിന്റ് ക്ലിയർ ആണേ എടാ. അപ്പം നമ്മൾ പറഞ്ഞത് ഹോർത്തോസ് മലബാറിക്കസിനെ കുറിച്ചാണ്. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. കേരളത്തിലുള്ള 742 എന്തിനെക്കുറിച്ച്? ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണ് എന്തെന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കസ്. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ്.
അതുപോലെ തന്നെ ഇതിനെ സഹായിച്ച, അതായത് ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച പ്രാദേശിക വൈദ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് E.T. അച്യുതനാണ്. അദ്ദേഹത്തെ കൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നീ 3 പേരും ഹെൻറിക് വാൻ റീഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു മലയാളം അക്ഷരങ്ങൾ അച്ചടിച്ചു വന്ന ആദ്യത്തെ പുസ്തകമാണ് ഇത്, ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഇംഗ്ലീഷ് മലയാളം പരിഭാഷ ചെയ്തത് ആരാണ്? ഡോക്ടർ K.S. മണിലാലാണ്. ഓക്കെ അല്ലേടാ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഹോർത്തൂസ് മലബാറിക്കസ് ഈസ് എ 12-volume encyclopedia of over 740 plants in Kerala, compiled by the Dutch and published at Amsterdam. പോയിന്റ് കറക്റ്റ് അല്ലേടാ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് 12 വോളിയങ്ങളുള്ള ഒരു എൻസൈക്ലോപീഡിയ ആണ്. അതിൽ എന്ത് പറയുന്നു? 740-ലധികം ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് എന്താണ്ടാ? ആ പോയിന്റ് ശരിയാണ്. ഓക്കെ അല്ലേടാ? അതുപോലെ തന്നെ ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായി പരാമർശിക്കുന്ന സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെങ്ങാണ്. എന്നാൽ ഏറ്റവും അവസാനം പരാമർശിച്ചിരിക്കുന്ന ഔഷധ സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട? ആലാണ് കേട്ടോ. അതുപോലെ തന്നെ മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ക്ലിയർ ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്തെന്നറിയപ്പെടുന്നു? മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യം തെങ്ങാണ്, അവസാനം പരാമർശിക്കുന്ന സസ്യം ഏതാണ്? ആലാണ്. ഓക്കെ അല്ലേ? നമുക്കിനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നതെന്ന് അറിയോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. വാസ്കോ ഡ ഗാമ സെയിൽഡ് ഫ്രം ലിസ്ബൺ വിത്ത് 3 ships ആൻഡ് റീച്ച്ഡ് കാലിക്കറ്റ് 1498. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോ. വാസ്കോ ഡ ഗാമ സെയിൽഡ് ഫ്രം ലിസ്ബൺ വിത്ത് 3 ships ആൻഡ് റീച്ച്ഡ് കാലിക്കറ്റ് ഇൻ 1498. 1498 വാസ്കോ ഡ ഗാമ എവിടെ എത്തുന്നത്? കോഴിക്കോട് എത്തുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ എത്ര കപ്പലുണ്ടായിരുന്നു? 3 കപ്പലുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ പ്രസ്താവന എന്താണ്ട? ശരിയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നാലാമത്തെ പ്രസ്താവന നോക്കാം. നാലാമത്തെ പ്രസ്താവന നോക്കിക്കേ. കാർട്ടാസ് വാസ് എ ഷിപ്പ് ബിൽറ്റ് ബൈ ദ പോർച്ചുഗീസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കിങ്സ് ഓഫ് മലബാർ. കാർട്ടാസ് വാസ് എ ഷിപ്പ് ബിൽറ്റ് ബൈ പോർച്ചുഗീസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് കിങ്സ് ഓഫ് മലബാർ. ആ പോയിന്റ് നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് കാർട്ടസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ് ആണ് കാർട്ടസ്. അപ്പൊ എന്താണ് കാർട്ടസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടസ് എന്താണ്ടാ? കാർട്ടസ് ഒരു പാസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ വ്യാപാര ബന്ധം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർട്ടസ്. ഓക്കെ, ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. അപ്പോൾ ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തന്റെ ചരക്കുകൾ കടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സംഖ്യ കരമായി ഒടുക്കി കാർട്ടസ് എന്ന് പറയുന്ന പാസ് സ്വന്തമാക്കണമായിരുന്നു. ഇനി ഈ കാർട്ടസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ. കപ്പലിന്റെ വലുപ്പം, കാർട്ടസിൽ എന്തുണ്ടടാ? കപ്പലിന്റെ വലുപ്പം പറയുന്നുണ്ട്. അതുപോലെ കപ്പിത്താന്റെയും ജീവനക്കാരുടെയും പേര് വിവരങ്ങൾ പറയുന്നുണ്ട്. ചരക്കിന്റെ വിവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇവർ എത്തിച്ചേരുന്ന തുറമുഖം ഏതാണ്? ഇന്നിങ്ങനെയുള്ള വിവരങ്ങൾ എന്തിലുണ്ടായിരുന്നു? കാർട്ടസിൽ ഉണ്ടായിരുന്നു. ഇനി കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുമായിരുന്നു? കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി അവിടെയുള്ള ജീവനക്കാരെ ഒന്നെങ്കിൽ അവർ കൊല്ലും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അടിമകളാക്കി നിർത്തുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു പോർഷൻ വന്നേക്കുന്നത് നമ്മുടെ +2 കേരള ചരിത്രത്തിലെ പ്രമേയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. നോക്കിക്കേ, SCRT +2 കേരള ചരിത്രത്തിലെ പ്രമേയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ കാർട്ടസ് വ്യവസ്ഥ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്കിനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കിയാലോ. സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത് കാർട്ടസ് വാസ് എ ഷിപ്പ് ബിൽറ്റ് ബൈ ദ പോർച്ചുഗീസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കിങ്സ് ഓഫ് മലബാർ. മലബാറിലുള്ള രാജാക്കന്മാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ഒരു കപ്പലാണ് കാർട്ടസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് എന്താണ്ടാ? ആ പോയിന്റ് തെറ്റല്ലേ? അല്ലേ? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? ഓൺലി 2 and 3 അല്ലേ? രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് എന്ത് ശരി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.